നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മനസ്സിൽ എന്താണ്? അവരിപ്പോൾ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ. നിങ്ങളിൽ പലരും ഒരു നോ കോൺടാക്ട് സിറ്റുവേഷനിലാണ് എന്ന് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് ഈ വ്യക്തി ഒരുപാട് ഡിപ്രസ്ഡ് ആണ്. അതായത് ഈ വ്യക്തി നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഉപേക്ഷിച്ച് മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക് പോയതായിട്ടും, അല്ലെങ്കിൽ മറ്റൊരു ലൈഫ് സിറ്റുവേഷനിലേക്ക് മൂവ് ചെയ്തതായിട്ടോ കാണുന്നുണ്ട്. പക്ഷേ ഈ ഒരു സമയത്ത് ആ വ്യക്തി ചെയ്തു പോയതിൽ ഒരുപാട് ദുഃഖം ആ വ്യക്തിക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നു. കാരണം നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന ആ ഒരു ഹാപ്പിനെസ് ആ വ്യക്തിക്ക് ഇപ്പോൾ ഇല്ലാത്തതായിട്ട് കാണുന്നുണ്ട്. അതിൽ ആ വ്യക്തി ഒരുപാട് ഗിൽറ്റ് ഫീൽ ആ വ്യക്തിക്ക് ഉണ്ട്. ആൻഡ് നെക്സ്റ്റ് ഇസ് എയ്റ്റ് ഓഫ് സോർട്സ്. അതായത് ആ വ്യക്തി നിങ്ങളിൽ നിന്നും മറച്ചു വെച്ചിരുന്ന ഈ ഒരു കാര്യം ഓർത്തിട്ട് ആ വ്യക്തിക്ക് ഒരുപാട് ഇപ്പോൾ വിഷമിക്കുകയാണ്. നിങ്ങളെ മനഃപൂർവ്വമായിട്ട് ചീറ്റ് ചെയ്തതായിട്ട് ആ വ്യക്തിക്ക് ഇപ്പോൾ തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾ ആ വ്യക്തിയിലേക്ക് തിരികെ വന്നാലും നിങ്ങൾ ആ വ്യക്തിയെ അക്സെപ്റ്റ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ് ആ വ്യക്തി ഉള്ളത്. ആ വ്യക്തി നോർമലി ടൈഡ് അപ്പ് സിറ്റുവേഷനിലല്ല എങ്കിൽ പോലും ആ വ്യക്തി മാനസികമായിട്ട് വളരെയധികം സമ്മർദ്ദത്തിലാണെന്നാണ് ഇവിടെ വ്യക്തമാവുന്നത്. പുറമെ ആ വ്യക്തി വളരെ ഹാപ്പി ആയിട്ട് നിങ്ങളുടെ മുന്നിൽ കാണുന്നുണ്ട് എങ്കിൽ പോലും ആ വ്യക്തിയുടെ ഉള്ളിൽ ആ വ്യക്തി ഒരുപാട് സമ്മർദ്ദങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ആ വ്യക്തിക്ക് നിങ്ങളോട് പറയാത്തതായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ തന്നെ നിങ്ങളോട് പറയാത്തതായിട്ടുള്ള ചീറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ആ വ്യക്തിയുടെ ലൈഫിൽ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. മേ ബി ഇത് നിങ്ങൾക്ക് അറിയാമായിരിക്കാം, അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങളോട് പറഞ്ഞിട്ടില്ലായിരിക്കാം. ആ ഒരു കാര്യം ഓർത്ത് ആ വ്യക്തി ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട് ഇപ്പോൾ. നിങ്ങളുടെ അൺകണ്ടീഷണൽ ലവ് ആ വ്യക്തിയുടെ ലൈഫിൽ ആ വ്യക്തി ഒരിക്കലും അർഹിക്കുന്നില്ല എന്ന് ആ വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കുകയാണ്. നിങ്ങൾ വളരെ ജെന്യുവിൻ ആയിട്ടാണ് ആ വ്യക്തിയെ പ്രണയിച്ചിട്ടുള്ളത്. വളരെ സീരിയസ് ആയിട്ട് നിങ്ങളൊരു ലൈഫ് ആ വ്യക്തിയുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹിച്ച്, ആ വ്യക്തിയെ നിങ്ങളെ ജീവിത പങ്കാളി ആക്കണമെന്ന് ആഗ്രഹിച്ച് തന്നെയാണ് ആ വ്യക്തിയെ നിങ്ങൾ 100% നല്ല രീതിയിൽ ആത്മാർത്ഥതയോടുകൂടി പ്രണയിച്ചത്. പക്ഷെ ആ വ്യക്തി നിങ്ങളെ ചീറ്റ് ചെയ്തു എന്ന് ആ വ്യക്തിക്ക് ഇപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് ആ വ്യക്തി ഒരുപാട് പശ്ചാത്തപിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രണയത്തിന് വേണ്ടിയിട്ട് ആ വ്യക്തി വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ആ വ്യക്തിക്ക് ശരിക്കും നല്ല രീതിയിൽ നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യണമെന്നും അതിൽ മുന്നോട്ട് പോകണമെന്നും വളരെ നല്ല രീതിയിൽ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളെ ആ വ്യക്തി മാനിഫെസ്റ്റ് ചെയ്യുന്നുമുണ്ട്. നിങ്ങളുമായിട്ടുണ്ടായിരുന്ന നല്ല റിലേഷൻഷിപ്പിലുണ്ടായിരുന്ന നല്ല നല്ല മൊമെന്റ്സുകൾ ആ വ്യക്തി ഓർക്കുന്നുണ്ട്. ഓരോ നിമിഷവും ആ വ്യക്തിയുടെ മനസ്സിൽ ഈ ഒരു ചിന്തകൾ മാത്രമാണുള്ളത്. നിങ്ങളെ പറ്റിയുള്ള ഓർമ്മകൾ മാത്രമാണുള്ളത്. പഴയ രീതിയിൽ റിലേഷൻഷിപ്പ് തുടരണമെന്ന് ആ വ്യക്തി ഇപ്പോൾ വളരെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തി വളരെ സ്ട്രോങ് ആയിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ ആ വ്യക്തിക്ക് ഒരു വിശ്വാസം ഇപ്പോൾ തോന്നുന്നുണ്ട്. എത്ര നാൾ കഴിഞ്ഞാലും നിങ്ങളുടെ സ്നേഹം ആ വ്യക്തിക്ക് തിരികെ ലഭിക്കുമെന്ന് ആ വ്യക്തി വിശ്വസിക്കുന്നുണ്ട്. ഓക്കെ. നിങ്ങളുമായിട്ട് സ്ട്രോങ് ആയിട്ടുള്ള നോ കോൺടാക്ട് സിറ്റുവേഷനിലാണ് എങ്കിൽ പോലും ആ വ്യക്തി നിങ്ങളുടെ ഒരു വെൽ വിഷർ ആണ് എന്ന് പറയേണ്ടി വരും. നിങ്ങളെപ്പറ്റി ആ വ്യക്തി സ്പൈ ചെയ്യുന്നുണ്ട്. മറ്റുള്ള വ്യക്തികളുമായിട്ട് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ആ വ്യക്തി അന്വേഷിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയ കണക്ഷൻസ് വഴി എല്ലാം ആ വ്യക്തി നിങ്ങളെ ചേസ് ചെയ്യുന്നുണ്ട്. മേ ബി നിങ്ങൾക്ക് ഈ ഒരു സിറ്റുവേഷൻ നിങ്ങളായിട്ട് തന്നെ ലെറ്റ് ചെയ്തിട്ടുള്ളതായിരിക്കാം. എങ്കിൽ പോലും ഈ ഒരു കണക്ഷൻ എന്ന് പറയുന്നത് വളരെ ഡീപ്പായിട്ട് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ. വളരെ കുറച്ച് പേർക്ക് ഒരു ആഫ്റ്റർ മാരേജ് റിലേഷൻ ആണ് എന്നും ഇവിടെ കാണുന്നുണ്ട്. വളരെ കുറച്ച് പേർക്ക്. പക്ഷെ ആ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാവാം ആ വ്യക്തി ഇത് എല്ലാം മനസ്സിൽ സൂക്ഷിക്കുകയാണ്. ഈ ഒരു റിലേഷൻഷിപ്പ് ഒരു നോർമൽ ലൈഫ് ലീഡ് ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് മാത്രം ആ വ്യക്തി അത് മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട്. വളരെ ജെനുവിൻ ആയിട്ട് ഡീപ്പ് ആയിട്ടുള്ള കണക്ഷൻ ആയിട്ട് കാണുന്നുണ്ട്. മേ ബി നിങ്ങൾ തമ്മിലൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ അത്തരം ആൾക്കാർക്ക് ഉണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഈ ലൈഫിൽ കണ്ടുമുട്ടിയതും.
പക്ഷെ എന്തുകൊണ്ടോ ഈ ഒരു സിറ്റുവേഷനിൽ ഈ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് രണ്ടുപേരും മൂവ് ഓൺ ചെയ്ത് പോയതായിട്ടും കാണുന്നുണ്ട്. പക്ഷെ രണ്ടുപേരുടെ മനസ്സിലും ആ ഒരു ഡീപ്പ് ഫീലിങ്സ് ഒട്ടും കുറവില്ലാതെ രണ്ടുപേരുടെ മനസ്സിലുള്ളതായിട്ടും കാണുന്നുണ്ട്. അത് വളരെ കുറച്ച് പേർക്കുള്ള ഒരു എനർജിയാണ് ഇവിടെ കിട്ടുന്നത്. ഓക്കെ. ഇനി നിങ്ങൾ തമ്മിലുള്ള സ്പിരിച്വൽ കണക്ഷൻ എന്ന് പറയുന്നത് വളരെ ആഴത്തിലുള്ളതാണ്. ആ വ്യക്തി നിങ്ങളുമായിട്ട് നോ കോൺടാക്ട് സിറ്റുവേഷനിലാണ് എങ്കിൽ പോലും സ്പിരിച്വലി നിങ്ങൾ തമ്മിലുള്ള കണക്ഷൻ എന്ന് പറയുന്നത് വളരെ ആഴത്തിലാണ്. അത്രമാത്രം ഡെപ്ത് ആണ് നിങ്ങളുടെ സ്പിരിറ്റുകൾ തമ്മിലുള്ള ആ ഒരു ഇന്റൻസിറ്റി കണക്ഷൻ, ലവ് കണക്ഷൻ ഇന്റൻസിറ്റി എന്ന് വെച്ചത് അത്രമാത്രം ആഴത്തിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ എത്രമാത്രം നിങ്ങൾ സെപ്പറേറ്റഡ് ആയിരുന്നാൽ പോലും നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരിക്കലും ഒരു ബ്രേക്ക് ഡൗണിലേക്ക് പോവാൻ സാധ്യതയില്ല. ഈ ജന്മത്തിൽ ഒന്നിക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ പോലും നിങ്ങൾ അടുത്തൊരു ജന്മം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒന്നിച്ചിരിക്കും. അത്രമാത്രം കണക്ഷനാണ് നിങ്ങളുടെ ആത്മാക്കൾ തമ്മിലുള്ളത്. വളരെ കുറച്ച് പേർക്ക് ഒരു ട്വിൻ ഫ്ലെയിം സോൾമേറ്റ് കണക്ഷൻ കാണുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു റീയൂണിയൻ എന്ന് പറയുന്നത് ഒരു ഡിവൈൻ ടൈമിങ്ങിനായിട്ട് വെയിറ്റ് ചെയ്യാണ്. ഡിവൈൻ ടൈമിങ്ങിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ യൂണിവേഴ്സിന്റെ ഒരു ഡിസിഷന് വേണ്ടിയിട്ടാണ് ഈ ഒരു സമയം ഹിഡൻ. അതായത് തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളിൽ നിന്നും നിങ്ങൾ അറിയാത്തതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ആ വ്യക്തിയുടെ ലൈഫിൽ ഉണ്ട്. അതിൽ ഇപ്പോൾ ആ വ്യക്തി ഒരുപാട് വിഷമിക്കുന്നുണ്ട്. ആ കാര്യങ്ങളൊന്നും നിങ്ങൾ അറിഞ്ഞിട്ടില്ല എന്നോർത്തിട്ട് ആ വ്യക്തി ഒരുപാട് വിഷമിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത്. അനുയോജ്യമായ ഒരു സാഹചര്യം വരുമ്പോൾ നിങ്ങളോടെല്ലാം തുറന്നു പറയണമെന്ന് ആഗ്രഹിക്കുന്നു. ഈ ഒരു സമയത്തിൽ ഈ ഒരു സെപ്പറേഷൻ ആ വ്യക്തിയെ ഒരുപാട് ആഴങ്ങളിൽ വേദനിപ്പിക്കുന്നുണ്ട്. ആ വ്യക്തിയെ ഒരുപാട് ആഴത്തിൽ ആ വ്യക്തി ഈ ഒരു സെപ്പറേഷനിൽ ഒരുപാട് വേദനിക്കുന്നുണ്ട്. മേ ബി നിങ്ങൾക്കും സെയിം ഫീലിംഗ് ആയിരിക്കാം. ഒരു യൂണിയന് വേണ്ടിയിട്ട് ആ വ്യക്തിയുടെ സോൾ ഒരുപാട് ഇങ്ങനെ ആഗ്രഹിക്കുകയാണ്. ആ വ്യക്തിയുടെ ആത്മാവ് നിങ്ങളുമായിട്ട് ഒരു യൂണിയൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ആൻഡ് ഹെൽത്തി സെക്ഷൻ നിങ്ങളുമായിട്ട് ഫിസിക്കലി ആൻഡ് സ്പിരിച്വലി കണക്റ്റഡ് ആവാൻ വേണ്ടിയിട്ട് ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ആ വ്യക്തി ഒരു സമയത്ത് പോലും. ഓരോ സമയത്ത് പോലും നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രമാണുള്ളത്. പക്ഷേ ഈ ഒരു സമയത്ത് നിങ്ങൾ റിലാക്സ്ഡ് ആവുക. ഈ ഒരു സിറ്റുവേഷൻ നിങ്ങളെ ലെറ്റ് ഗോ ചെയ്യാന്നുള്ളൊരു മെസ്സേജാണ് കിട്ടുന്നത്. ഈ ഒരു സിറ്റുവേഷൻ എന്ത് തന്നെയായിരുന്നാലും നിങ്ങൾ ഡിവൈൻ ടൈമിങ്ങിനായിട്ട് വെയിറ്റ് ചെയ്യുക. അനുയോജ്യമായ സിറ്റുവേഷനിൽ ആ വ്യക്തി നിങ്ങളിലേക്ക് വരികയും ഗെറ്റ് ടു നോ ഈച്ച് അതർ. നിങ്ങൾ പരസ്പരം ഇതുവരെ നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ടില്ല. നിങ്ങളുടെ സ്നേഹം എന്താണെന്ന് ആ വ്യക്തിയും മനസ്സിലാക്കിയിട്ടില്ല. ആ വ്യക്തിയുടെ ലൈഫിലെ കാര്യങ്ങളും ഡീപ്പായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ട് പരസ്പരം നിങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു അവസരമാണ് ഇത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക.